ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് നമ്മുടെ 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററായ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന ചാപ്റ്റർ പഠിച്ചാലോ? ഇതിൽ ആദ്യം വന്നിരിക്കുന്ന ഒരു വാക്കാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലേ. അപ്പം നമുക്ക് ആരാണ് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് നോക്കാം. നമുക്ക് പീരിയോഡിക് ടേബിളിനകത്ത് കുറേ എലമെന്റ്സിനെ കുറിച്ച് അറിയാം. അതിൽ കാർബൺ എന്ന് പറയുന്ന ഒരു എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, സി എന്ന് നമ്മൾ സിമ്പൽ ചെയ്യാറുണ്ട്, കാർബൺ. ഓക്കെ, ആ കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പം ഇനി നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്ന എല്ലാ കോമ്പൗണ്ട്സിലും മെയിനായിട്ട് ആരുണ്ടാവും? നമ്മുടെ കാർബൺ ഉണ്ടാവും അല്ലേ. അപ്പം നമുക്ക് കാർബണിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ അറിഞ്ഞാലോ. കാർബൺ കണ്ടോ, സി അല്ലേ, അത് ഇച്ചിരി ഇങ്ങോട്ട് വളച്ചു കഴിഞ്ഞാൽ 6 ആയി. അതായത് കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ 6 ആയതുകൊണ്ട് തന്നെ ആളുടെ കയ്യിൽ എത്ര ഇലക്ട്രോൺ കാണും? 6 ഇലക്ട്രോൺ കാണും. അങ്ങനെയെങ്കിൽ ആളുടെ ഇലക്ട്രോണിനെ നമുക്ക് ഷെല്ലുകളിൽ 2,4 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2,4 ആണ്. അതിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇതല്ലേ. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 എന്ന് പറയുന്ന നമ്പർ ഒക്ടറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒക്ടറ്റ് എന്ന് പറയുന്ന നമ്പർ അച്ചീവ് ആയിട്ടുണ്ടോ? ഇല്ല. അപ്പം ഈ 8 എന്ന നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ആൾ എന്ത് ചെയ്യും? 4 ഇലക്ട്രോണിനെ ഒന്നല്ലെങ്കിൽ ഗെയിൻ ചെയ്യും അല്ലെങ്കിൽ ലൂസ് ചെയ്യും. അപ്പോൾ ആളുടെ ബാലൻസി എത്രയാണ്? കാർബണിന്റെ ബാലൻസി എത്രയാണ്? 4 ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു കാർബണിനെ സറൗണ്ട് ചെയ്തിട്ട് എത്ര ബോണ്ട് ഉണ്ടാവണം? 4 ബോണ്ട് ഉണ്ടാവണം. ഈ നമ്മൾ കാർബണിന്റെ ചുറ്റിലുമായിട്ട് വരയ്ക്കുന്ന ഈ വരേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബോണ്ട് എന്ന് വിളിക്കുന്നത്. അത് ഒരു വരയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്നാ വിളിക്കുന്നത്? സിംഗിൾ ബോണ്ട് എന്നാ വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കും? സിംഗിൾ ബോണ്ട്. ഇനി 2 വര വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ഡബിൾ ബോണ്ട് എന്ന് വിളിക്കും. 2 വര. ഓക്കെ, ഇനി 3 വര വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ട്രിപ്പിൾ ബോണ്ട് എന്നാ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രിപ്പിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ എന്ത് ബോണ്ടോ ആയാലും കാർബണിനെ സറൗണ്ട് ചെയ്തിട്ട് എത്ര വരണം? ഈ 4 വര വരണം. ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ നമ്മൾ നമ്മുടെ പാഠത്തിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് ഹൈഡ്രോ കാർബണുകളെ കുറിച്ചാണ്. അതായത് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ആര് വരും? എന്തായാലും കാർബൺ വരും. ഈ കാർബണിന്റെ കൂടെ ഹൈഡ്രജൻ കൂടെ ഉണ്ടെങ്കിൽ, അതായത് കാർബണും ഹൈഡ്രജനും ഒരുമിച്ച്, അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഈ 2 എലമെന്റ്സ് മാത്രമുള്ള കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ കാർബൺസ്. പേരിൽ തന്നെയുണ്ട്. ഹൈഡ്രോ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാവും, കാർബൺ എന്ന് പറയുമ്പോൾ കാർബൺ ഉണ്ടാവും. അപ്പൊ കാർബണും ഹൈഡ്രജനും ഉള്ള കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ കാർബൺ. ഇപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു ഹൈഡ്രോ കാർബണിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഈ സ്ട്രക്ചർ തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറയാം? ഇത് ഇൻകംപ്ലീറ്റഡ് ആണ്, നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആക്കണം. ഈ ചെയിനിൽ ഓരോ കാർബണും തൊട്ടടുത്ത കാർബണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞു കാർബണിന്റെ വാലൻസി 4 ആണ്. അതായത് കാർബണിന് എത്ര ഇലക്ട്രോൺസ് ഷെയർ ചെയ്യണം? 4 ഇലക്ട്രോൺ ഷെയർ ചെയ്യണം. എന്നാലേ ആള് ഹാപ്പി ആവത്തുള്ളൂ. എങ്കിൽ നോക്കിയേ, നമ്മുടെ 1ാമത്തെ കാർബൺ ഹാപ്പി ആണോ? ആ കാർബണെ നിങ്ങളൊന്ന് ചുറ്റി നോക്കിയിട്ട് വന്നേ. ആ കാർബണെ ചുറ്റി നോക്കിക്കഴിഞ്ഞാൽ ആളുടെ ചുറ്റിലുമായിട്ട് എത്രേ കാണാൻ പറ്റൂ? ഒരൊറ്റ ബോണ്ട് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഒരൊറ്റ സിംഗിൾ ബോണ്ട് മാത്രമേ കാണാൻ പറ്റൂ. ആള് ഹാപ്പി അല്ല. ഓക്കെ, ഇപ്പൊ 1 ഉള്ളൂ. ആൾക്ക് എത്ര വേണം? ആൾക്ക് 4 വേണം. അപ്പൊ 4 ആവണമെങ്കിൽ ഇനി എത്ര കൂടെ വേണം? ആളുടെ കൂടെ 3 കൂടി വേണം. ആ 3 ഹൈഡ്രജൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, ഇത് എഴുതുമ്പോൾ ഈ 3 എന്നുള്ളത് താഴെ വേണം വരാൻ. ഹെച്ചിന്റെ താഴെ. ഹെച്ച് എന്നത് ഹൈഡ്രജൻ ആണ്. ഇനി നമ്മുടെ 2ാമത്തെ കാർബൺ ഹാപ്പി ആണോ? അല്ല. ആ കാർബണിന് ചുറ്റിലും നോക്കുമ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. ആൾക്ക് 4 വേണം, പക്ഷെ ആൾക്ക് എത്രേ കിട്ടിയിട്ടുള്ളൂ? 2 കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ആളെയും കൂടെ ഹാപ്പി ആക്കണമെങ്കിൽ ആൾക്ക് ഇനി എത്ര വേണം? ഇനി 2 കൂടി വേണം. ആ 2 നമുക്ക് എന്ത് കൊടുക്കാം? 2 ഹൈഡ്രജനെ കൊടുക്കാം. ആ 2 താഴെയായിട്ട് തന്നെ വേണം. ഓക്കെ, 3ാമത്തെ കാർബൺ ഹാപ്പി ആണോ? അല്ല. ആളുടെ ചുറ്റിലും ഒന്ന് ഓടിച്ചു നോക്കണം. ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ 3 ബോണ്ട് ഉണ്ട്. ആൾക്ക് 4 വേണം. അപ്പൊ എത്ര കുറവുണ്ട്? 1 കുറവുണ്ട്. 1 കുറവുള്ളത് കാരണം എത്ര ഹൈഡ്രജൻ? 1 ഹൈഡ്രജൻ. ഇവിടെ നമ്മൾ 1 ഇട്ടാലും ഇട്ടില്ലെങ്കിലും നമുക്കറിയാം ഹൈഡ്രജൻ അവിടെ 1 ഉള്ളൂ. അതുകൊണ്ട് സാധാരണ നമ്മൾ എന്ത് ചെയ്യാറില്ല? 1 വരുന്ന സാഹചര്യങ്ങളിൽ 1 ഇടാറില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാർബൺ, 4ാമത്തെ കാർബൺ ഹാപ്പി ആണോ? ഇല്ല. കാർബൺ ഹാപ്പി ആവണമെങ്കിൽ 1 ഉള്ളൂ. മൂപ്പർക്ക് 4 വേണം. 4 കിട്ടണമെങ്കിൽ എത്ര കൂടെ വേണം? ഒരു 3 കൂടെ വേണം. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? H3 കൂടെ കൊടുക്കും. ഇനി ഏതെങ്കിലും കാർബൺ ഉണ്ടോ ഇതുപോലെ ഒറ്റയ്ക്കിരിക്കുന്ന? ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടോ? ആൾ ഒറ്റയ്ക്കാണ്. ഓക്കെ, ആള് ഹാപ്പി ആണോ നോക്കിയേ. ആളെ ഒന്ന് ചുറ്റി കറങ്ങി നോക്കിയിട്ട് വന്നേ. ആളെ ഒന്ന് ചുറ്റി നോക്കുമ്പോൾ ആൾക്ക് ചുറ്റിലും ഒരു ബോണ്ടേ കാണുന്നുള്ളൂ. 4 ഉണ്ടോ? ഇല്ല. അപ്പൊ 4 ആവണമെങ്കിൽ ഇനി എത്ര കൂടെ വേണം? 3 കൂടെ വേണം. കണ്ടോ? നമ്മൾ ഹൈഡ്രജൻ വെച്ചിട്ട് നമ്മുടെ ഹൈഡ്രോ കാർബൺ നമ്മൾ ഫില്ല് ചെയ്തു. അപ്പൊ ഇത്തരത്തില് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് നമ്മുടെ ലെറ്റസ് എക്സസിനകത്ത് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ഇത്തരത്തിലെ ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മറ്റൊരു ഹൈഡ്രോ കാർബൺ നോക്കിയാലോ? ഇവിടെ കാർബൺ നോക്കിയേ. ഓരോ കാർബണും ഹാപ്പി ആണോ നോക്കിയേ. ആള് ഹാപ്പി ആണോ? ആളെ ഒന്ന് ചുറ്റി നോക്കുമ്പോൾ ഒരൊറ്റ വരയേ ഉള്ളൂ. അപ്പൊ ആളെ ഹാപ്പി ആക്കാൻ എത്ര കൊടുക്കണം? 1 ഉള്ളൂ. 3 കൂടെ വന്നാലേ 4 ആവുള്ളൂ. ആള് ഹാപ്പി ആണോ? ആളെ ഹാപ്പി ആക്കാൻ 3 ഉണ്ട്. അപ്പൊ 1 കൂടെ വേണം. ഇയാള് ഹാപ്പി ആണോ? ഹാപ്പി ആക്കണമെങ്കിൽ എത്ര കൂടെ വേണം? 3 കൂടെ വേണം. ഈ കാർബൺ ഹാപ്പി ആണോ? 1 വര, 2 വര, 3 വര. അപ്പൊ 1 ബോണ്ട്, 2 ബോണ്ട്, 3 ബോണ്ട്. 4 ഇല്ലല്ലോ. 4 ആക്കാൻ ഒരു H കൂടി. ഇയാളെ ഹാപ്പി ആക്കാൻ വേണ്ടി ഒരു ബോണ്ടേ ഉള്ളൂ. അപ്പൊ എത്ര കൂടി? 3 കൂടി. ഇയാളെ ഹാപ്പി ആക്കാൻ എത്ര കൂടി? 3 കൂടി. ഒരു കാർബണിന്റെ ചെയിൻ തന്നാൽ ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്.